കേവലം 10 വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാനാവാത്ത രീതിയിലാണ് ഇപ്പോൾ ഗൾഫ് മേഖല ആകപ്പാടെ ഓപ്പൺ അപ്പ് ചെയ്തു വരുന്നത്. അതിനുള്ള പ്രധാന കാരണം സൗദി അറേബ്യയുടെ നിലപാട് മാറ്റമാണ്. അവിടുത്തെ ഒരു ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ് ഇപ്പോൾ അധികാരത്തിലേക്ക് വരുമ്പോൾ വലിയ തോതിലുള്ള ഓപ്പണിംഗ് ആണ്. സൗദി ഇക്കോണമി മാത്രമല്ല, സൗദി അറേബ്യയുടെ സാംസ്കാരിക രംഗം പോലും തുറക്കുകയാണ്. സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പോലും നിഷിദ്ധമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വളരെ വലിയ തോതിലാണ് അറബ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതിന് വളരെ മുൻപ് തന്നെ ഈ വളരെയധികം ഓപ്പൺ അപ്പ് ചെയ്ത ഒരു ഇക്കോണമി ആയിരുന്നു UAE ഇക്കോണമി. അത് ആദ്യം ദുബായ് ഫ്രീ ട്രേഡൊക്കെ നമുക്ക് എത്രയോ വർഷങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മുൻകാലങ്ങളിലുള്ള അറബ് രാജ്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലുള്ള സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളെക്കുറിച്ചുള്ള ലോകത്തിന് തന്നെ കാഴ്ചപ്പാട് മാറുകയാണ്. അപ്പം ഇവിടെ പരസ്പര സഹകരണത്തിലുള്ള, പ്രത്യേകിച്ചും സാംസ്കാരിക സഹകരണത്തിനുള്ള പുതിയ പന്ഥാവുകൾ ആണ് തുറന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തെ മൂന്നാമത്തെ വലിയ മതമായ ഹൈന്ദവ മതത്തിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം അവിടെ തുറക്കുകയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ, ആർക്കും കടന്നു വരാവുന്ന രൂപത്തിൽ ഒരു ഹൈന്ദവ ക്ഷേത്രം അവിടെ, സ്വാമിനാരായൺ ടെമ്പിൾ അവിടെ ഉയരുകയാണ് ദുബായിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഉണ്ടാകുന്ന ഒരു സന്ദേശം, അറബ് രാജ്യത്തെ ഒരു ഹൈന്ദവ ക്ഷേത്രം, പ്രത്യേകിച്ചും UAE ഒരു ഹിന്ദു ക്ഷേത്രം വരുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതാണ്. അത് ലോകത്തിന് നൽകുന്ന സന്ദേശമാണ്. ഭാരതീയരായ ആളുകൾക്ക് നൽകുന്ന സന്ദേശമല്ല, ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം, സൗഹൃദത്തിൻ്റെ സന്ദേശം. അതിൻ്റെ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് വരുമ്പോൾ, അതിൻ്റെ ഉദ്ഘാടന സെറമണി വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ മുഖ്യ ക്ഷണിതാവായി അവിടെ സ്വീകരിക്കുമ്പോൾ ആ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം, രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള, ഈ ഹൈന്ദവ സംസ്കാരവും ഇസ്ലാമിക സംസ്കാരവും എല്ലാം തമ്മിലുള്ള നീക്കുപോക്കുകളും കൊടുക്കൽ വാങ്ങലുകളും, ഇതൊക്കെ ലോക സമാധാനത്തിന് അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഈ ശാക്തിക സമവാക്യങ്ങൾ, ആയുധബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശാക്തിക സമവാക്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടല്ല ലോക രാഷ്ട്രീയത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകൾ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൃദുശക്തി വളരെ പ്രധാനമാണ്. അതിൻ്റെ മൃദുശക്തിയുടെ ഒന്നാമത്തെ കാര്യം ജനങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ജനത തന്നെയാണ് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ഡിപ്ലോമസിയുടെ ഒന്നാമത്തെ ഘടകം. പിന്നീട് വരുന്നുള്ളൂ അവരുടെ മതവും മറ്റു കാര്യങ്ങളും ഒക്കെ, ആയുർവേദം, യോഗയൊക്കെ പിന്നീട് വരുന്നുള്ളൂ. അപ്പോൾ ഈ മൃദുശക്തി അത് വളരെ വലിയ ശക്തിയാണ്. ഇന്ത്യയുടെ മൃദുശക്തി ഏറ്റവും അധികം അപ്ലൈ ചെയ്യുന്നത് ശതമാനക്കണക്കിൽ വരുമ്പോൾ അത് UAE ഇന്ത്യൻ വംശജർ 34% വസിക്കുന്ന UAE എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജരുള്ള രാജ്യങ്ങളാണ്. ഫിജി, അതുപോലെ മറ്റ് ചില ദ്വീപരാജ്യങ്ങൾ, ഇവിടെയൊക്കെ 50% ഇന്ത്യൻ വംശജരാണ്. പക്ഷേ ഇവിടെ 34% ഇന്ത്യൻ വംശജരുള്ള രാജ്യമെന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്കോ കാനഡയ്ക്കോ ബ്രിട്ടനോ ഒന്നും തന്നെ അത് ക്ലെയിം ചെയ്യാനാവില്ല ശതമാനക്കണക്കിൽ. അങ്ങനെ വരുമ്പോൾ ആ മൃദുശക്തി എങ്ങനെ UAE സാമ്പത്തിക വികാസത്തിന്, ശക്തിയുടെ, UAE തന്നെ സ്റ്റെബിലിറ്റിക്ക് എത്രത്തോളം പ്രധാനമാണ് എന്ന് ആ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരികൾ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭരണാധികാരികൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും സെക്യൂരിറ്റി പാരഡൈംസിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ദേശീയ സുരക്ഷയ്ക്കും ഊർജ സുരക്ഷയ്ക്കും ഉള്ളത്. ഇത് രണ്ടും ജനങ്ങൾക്ക് വേണ്ടിയാണ്. ദേശീയ സുരക്ഷയുടെ കാര്യം തന്നെ നോക്കൂ. ഇവിടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം 3 സെക്യൂരിറ്റി പാരഡൈംസിലാണ് ഭാരതം നിൽക്കുന്നത്. 1 ഫുഡ് സെക്യൂരിറ്റി, 2 എനർജി സെക്യൂരിറ്റി, 3 നാഷണൽ സെക്യൂരിറ്റി. ഇവിടെ ഈ ഫുഡ് സെക്യൂരിറ്റി നമ്മൾ മാറ്റി നിർത്തുക. ഇന്ത്യ സ്വയം പര്യാപ്തമായ രാജ്യമാണ്. ആഹാര സാധനങ്ങളുടെ കാര്യത്തിൽ ഭക്ഷ്യ സുരക്ഷ ഉള്ള രാജ്യമാണ്. ഈ UAE ഭക്ഷ്യ സുരക്ഷ അവകാശപ്പെടാനാവില്ല. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ നിന്ന് ഭക്ഷ്യ കയറ്റുമതിയുടെ വലിയ സാധ്യതകളാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലകളിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ളത്. അത് ഇനിയും വർദ്ധിച്ചു വരാനാണ് സാധ്യത. പക്ഷേ തിരിച്ച് എനർജിയുടെ കാര്യം നോക്കുക. ഇന്ത്യ ഒരു എനർജി ഡെഫിസിറ്റ് രാജ്യമാണ്. ഹൈഡ്രോ കാർബൺ ബേസ്ഡ്, അതായത് ഡീസൽ, പെട്രോളിയം, കെറസിൻ, അങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺ ബേസ്ഡ്, നാച്ചുറൽ ഗ്യാസ്, ഹൈഡ്രോ കാർബൺ ബേസ്ഡ് സെക്യൂരിറ്റിയിൽ ഇന്ത്യ വളരെ പുറകോട്ടാണ്. 80% നമുക്ക് ആവശ്യമുള്ള ഇന്ധനവും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇറക്കുമതി ഇന്ന് ഡൈവേഴ്സിഫൈഡ് ആണ്. ഹൈഡ്രോ കാർബൺ റഷ്യയിൽ നിന്നും, ഇറാനിൽ നിന്നും, ഇറാഖിൽ നിന്നും,
അതുപോലെ UAE-യിൽ നിന്നും സൗദിയിൽ നിന്നും ഇനി വേണ്ടി വന്നാൽ വെനിസ്വേലയിൽ നിന്ന് വരെ ഒരു ഡൈവേഴ്സിഫൈഡ് രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ശക്തമായ വിലപേശലിനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി നമ്മൾ ഗൾഫ് മേഖലയെ ഹൈഡ്രോ കാർബണിന് വേണ്ടി ആശ്രയിക്കില്ല എന്ന് മറ്റാരേക്കാളും നന്നായി UAE-ക്കും ഗൾഫ് രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കും നെഗോസിയേഷൻ. മുൻകാലങ്ങളിൽ ഒപ്പെക്ക് നൽകിയിരുന്ന ഒരു വലിയൊരു സന്ദേശമുണ്ട്. ഞങ്ങളുടെ കാർട്ടലുകൾ തീരുമാനിക്കുന്ന തുകയ്ക്ക് നിങ്ങൾ ഓയിൽ വാങ്ങിക്കൊള്ളണം. ഇപ്പോൾ ആ ഒരു തീട്ടൂരം ഒരുപക്ഷെ വിലപ്പോവില്ല എന്ന് നന്നായിട്ടറിയാം. അതുമാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ടായ യാഥാർത്ഥ്യമാണ്. ഹൈഡ്രോ കാർബൺ റിസർവ്സ് എല്ലാ കാലത്തും ഉണ്ടാവില്ല. അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഫാസ്റ്റ് ഡിപ്ലീറ്റിംഗ് ആണ്. അതുമാത്രമല്ല, പുതിയ എനർജി ഉപാധികൾ വരുന്നു. ലിഥിയം അയൺ ബാറ്ററി ഇപ്പം തന്നെ വ്യാപകമായി, അതുപോലെ ഇപ്പോൾ ഹൈഡ്രജൻ ബേസ്ഡ് ഇലക്ട്രിസിറ്റിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് പവർ ജനറേഷൻ, ഇലക്ട്രിസിറ്റി അക്കാര്യത്തിൽ പുതിയ 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 പാരഡൈംസ് വരുമ്പോൾ അവിടെ ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഏറെ ടെക്നോളജിയും മറ്റ് കാര്യങ്ങളും ഒക്കെ സ്വീകരിക്കാൻ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിർബന്ധിതരാകും. അതുകൊണ്ട് ഒരു റിവേഴ്സ് ഓസ്മോസിസ് സംഭവിക്കാനുള്ള സാധ്യത വളരെ അനധിവിദൂരമായ ഭാവിയിൽ നമുക്ക് കാണാതിരിക്കാനാവില്ല. ഇതൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ക്രാന്തദർശിത്വമുള്ള ഭാരവാഹികളാണ് ഗൾഫ് രാജ്യങ്ങളുടെ മുതൽക്കൂട്ട്. അതുകൊണ്ടാണ് ഒരു രാജ്യത്തെ ചൈനയെ മാത്രം ആശ്രയിച്ചാൽ പോരാ, അമേരിക്കയെ മാത്രം ആശ്രയിച്ചാൽ പോരാ, അവരും അവരുടെ നയതന്ത്രം ഡൈവേഴ്സിഫൈ എന്ന കാഴ്ചയാണ് കാണുന്നത്. ചൈനയ്ക്ക് വളരെ ശക്തമായ ബന്ധങ്ങളുണ്ട്, അറബ് രാജ്യങ്ങളുമായി അതിശക്തമായ ബന്ധമുണ്ട്. പക്ഷേ ആ ബന്ധത്തെ നമ്മൾ വിളിക്കുന്ന പേര് ചെക്ക് ബുക്ക് ഡിപ്ലോമസി എന്നാണ്. അതായത് അവർ എത്ര വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി വലിയ ലോണുകൾ കൊടുക്കാൻ ചൈന തയ്യാറാണ്. പക്ഷേ അവർ കൊടുക്കുന്നത് ദേ വിൽ എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ്. ഈ കൊടുക്കുന്ന ലോണുകൾക്ക് തീർച്ചയായും പ്രതിഫലം കിട്ടാൻ ഏത് അറ്റം വരെ പോകും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സ്വീകാര്യമായ ഒരു നയമാണ് ഇന്ത്യ പുലർത്തുന്നത്. അതുകൊണ്ട് കൂടുതലായും ഇന്ത്യയോട് അടുക്കുന്ന മധ്യപൗരസ്ത്യ പ്രദേശത്തെ രാജ്യങ്ങൾ പൊതുവായി UAE മാത്രമല്ല മറ്റു രാജ്യങ്ങളും ഇന്ത്യയോട് കൂടുതൽ സഹകരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നമ്മൾ G20 സമ്മിറ്റിൽ നമ്മൾ കണ്ട ആ ഒരു സന്ദേശവും അതുതന്നെയാണ്. ചൈനയോടുള്ള അമിതമായ ഒരു അഭിനിവേശം മാറ്റിക്കൊണ്ട് കുറച്ചുകൂടെ വിതരണാത്മകമായ രീതിയിൽ ഒരു സമദൂരം പാലിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അതും മാത്രമല്ല, പാകിസ്ഥാനും UAE-യും തമ്മിൽ വളരെ വലിയ ബന്ധമാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും പാകിസ്ഥാനെ കടക്കണിയിൽ നിന്നും കര കയറ്റിയിരുന്നത് UAE ആണ്. 2019 $3 ബില്യൺ ഒരു ബെയിൽ ഔട്ട് പാക്കേജാണ് UAE പാകിസ്ഥാന് വേണ്ടി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ അതങ്ങനെയല്ല. ഈ കടക്കണിയിൽ കഴിഞ്ഞ ആണ്ടിൽ സംഭവിച്ച ആ വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ UAE കാര്യമായ ഒരു സഹായം പാകിസ്ഥാന് ചെയ്തതായി കാണുന്നില്ല. അത് ഇന്ത്യയുമായ ബന്ധങ്ങൾ ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുമാത്രമല്ല, ഇപ്പോൾ സംഭവിച്ച ഈ മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏറ്റവും ഡിസ്റ്റേബിലൈസ് ചെയ്യുന്ന യുദ്ധമാണല്ലോ ഹമാസ് വേഴ്സസ് ഇസ്രായേൽ ഈ വാർ. ഇവിടെ ആദ്യം ഇന്ത്യ എടുത്ത ഒരു നിലപാട്, അതായത് ഇസ്രായേലിന് അനുകൂലമാകണമെന്ന് തോന്നത്തക്ക രീതിയിലുള്ള നിലപാട് പെട്ടെന്ന് തന്നെ ഭാരതം അതിനെ കറക്റ്റ് ചെയ്ത് ഇന്ത്യയുടെ ചരിത്രപരമായ ഒരു പോളിസിയിൽ വെച്ചുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് ഒരു പാലസ്തീന് സ്വയം നിർണയ അവകാശമുണ്ട് എന്ന രീതിയിലുള്ള ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ അത് ഒരു പരിധിവരെ ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും ഇന്ത്യയോട് കൂടുതൽ ആവേശത്തോടു കൂടി ഇന്ത്യയുടെ നയങ്ങളെ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കി. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങൾക്കൊരു ഫീൽ ഗുഡ് ഫാക്ടറുണ്ട്. ആ ഫാക്ടർ പ്രധാനമായും കാണുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശന സമയത്താണ്. ഈ കാര്യങ്ങളെല്ലാം വ്യാപകമായി ഗൾഫ് രാജ്യങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എക്കാലത്തെയും ഏറ്റവും ഊഷ്മളമായ ബന്ധത്തിലാണ് കഴിഞ്ഞ 2015 മുതൽ നാളിതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 7ാമത്തെ സന്ദർശനമാണ്. ഓർക്കുക, ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 7 പ്രാവശ്യം UAE സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി മാറുമ്പോൾ ഇരു രാജ്യങ്ങളും പരസ്പരം നൽകുന്ന ഗൗരവപൂർണമായ അംഗീകാരം നമ്മൾ കാണാതെ പോകരുത്. അത് ഒരു മൃദുശക്തി മാത്രമായി ഒതുങ്ങരുത്. ട്രേഡ്, ടെക്നോളജി, മൃദുശക്തി, നേരത്തെ പറഞ്ഞ കേണൽ ഡിന്നി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാരിടൈം പവർ, ഇനിയുള്ള ശക്തികൾ എന്ന് പറയുന്നത് മാരിടൈം ശക്തിയാണ്. കാരണം ഗൾഫ് ഈ UAE-യുടെ ഒരു തന്ത്രപ്രധാനമായ ഒരു ജിയോഗ്രാഫിക്കൽ പൊസിഷൻ എന്ന് നോക്കൂ. ഈ UAE-യിലേക്ക് വരണമെങ്കിൽ ഹോർമൂസ് കടലെടുക്ക് കടക്കണം.
ആ കടലിടുക്കെന്ന് പറയുന്നത് ഇറാൻ എന്ന പ്രദേശം തൊട്ട് വടക്ക്, സൗദി അറേബ്യ തെക്ക്, ഇതിനിടയ്ക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടക്കണം. എങ്കിൽ മാത്രമേ UAE-യുടെ എണ്ണ അല്ലെങ്കിൽ മറ്റ് വിഭവങ്ങൾ പുറം ലോകത്തേക്ക് എത്തൂ. അതുപോലെ തന്നെ ചെങ്കടലിലൂടെ കടക്കണമെങ്കിൽ ഈ പറയുന്ന എയ്ഡൻ കടലിടുക്ക് കടക്കണം. അവിടെ വന്ന് 1-2 കിലോമീറ്റർ മാത്രം വീതിയുള്ള ബാബൽ മന്ദേബ് എന്ന് പറയുന്ന ചെറിയ കുപ്പിക്കഴുത്ത് കടന്നെങ്കിൽ മാത്രമേ ചെങ്കടലിലേക്ക് കപ്പലുകൾക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ വലിയ രാജ്യങ്ങളുടെ പോലും കപ്പലുകൾക്ക് ഇപ്പോൾ സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഈ കടലിടുക്കുകൾ കടക്കാൻ സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നേവിയാണെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയേണ്ടതുണ്ട്. അത് മാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കടൽ കൊള്ളക്കാരുടെ പ്രശ്നം, ഈ സൊമാലിയയുടെ കിഴക്കൻ പ്രദേശത്ത് സെക്കോത്ര മേഖലയിലൊക്കെ കടൽ കൊള്ളക്കാർ അരങ്ങുവാഴുകയാണ്. വിദേശ രാജ്യങ്ങളുടെ അമേരിക്കയുടെ പോലും കപ്പലുകൾ ആക്രമണ വിധേയമാകുമ്പോൾ ഇന്ത്യൻ നേവിയുടെ സാന്നിധ്യം മുമ്പെങ്ങും ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ ആ മേഖലയിലുണ്ട്. അതുകൊണ്ട് ഈ അറബിക്കടൽ മേഖലയിൽ, ഇന്ത്യ പസഫിക് മാത്രമല്ല അറബിക്കടൽ മേഖലയിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം UAE-യെയും മറ്റ് അറബ് രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ടിംഗ് ഫീലിംഗ് ആണ്. അവർ എക്കാലത്തും അമേരിക്കൻ നാവിക കപ്പലുകൾ ഉണ്ടായിരുന്നു, റഷ്യൻ വെസൽസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ വെസൽസ് ആ മേഖലയിൽ കേവലം പുതിയ ഒരു സംഭവ വികാസമാണ്. ഇന്ത്യയുടെ ശക്തമായ നാവിക വിന്യാസം, പ്രത്യേകിച്ചും ഈ ഏഡൻ കടലിടുക്കിലൂടെ റെഡ് സീയിലേക്കും അതുപോലെ മറ്റ് കടലിടുക്കിലൂടെ ഇറാനിയൻ്റെ പ്രദേശമായ ഒരു ഹോർമൂസ് കടലിടുക്കിലൂടെ UAE-യിലേക്ക് കടക്കാനുള്ള ആ കവാടങ്ങളുടെ സംരക്ഷണത്തിന് ഇന്ത്യൻ കപ്പലുകൾ നിസ്തുലമായ സേവനമാണ് നൽകുന്നത്. ഇതൊന്നും മറന്നുകൊണ്ടൊരു നിലപാടെടുക്കാൻ UAE-ക്ക് നല്ല ഒരു ഗൾഫ് രാജ്യത്തിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്ത്യ ഹാസ് അറൈവ്ഡ് ഇൻ എ ബിഗ് വേ ഇൻ ദ ഗ്ലോബൽ സെനാരിയോ. അത് മറ്റു രാജ്യങ്ങളും അംഗീകരിക്കുന്നതിൻ്റെയും അത് അക്നോളജ് ചെയ്യുന്നതിൻ്റെയും പ്രതീകമാണ് ഇന്ത്യൻ നേതാക്കൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ നേതാക്കളുടെ അടിക്കടി ഉണ്ടാകുന്ന സന്ദർശനം ഇതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ്.